ഹലോ ഫ്രണ്ട്സ്, ടെയ്ലർ ഫ്രെഡ്സ് ചാനലിൻ്റെ മറ്റൊരു ഇൻട്രാഡേ ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഒരു 100 പോയിൻറ്റ്സോളം ഒരു 100 പോയിൻറ്റ്സോളം ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത്, അതായത് 2550 ഒരു റെസിസ്റ്റൻസ് എടുത്ത്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് വന്ന് 25,000 ഒരു സപ്പോർട്ട് എടുത്ത് പിന്നെയും പോയി 2550 പിന്നെ അവിടെ ഒരു റിജക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2550 എന്ന് പറയുന്ന ഒരു ഡെയിലി ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ 2550 എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു പുട്ട് സൈഡിലേക്ക് 25,000 പുട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് 25,000 ക്രോസ് ചെയ്ത് ഒരു നല്ല ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഷോർട്ട് കവറിങ് കാണാം, കാരണം അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പിന്നെ 25,200 വരെയൊക്കെ 150-200 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് എങ്ങനെ വരും നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 25,000 അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 25,000 ഒരു നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ അതിൻ്റെ മേളിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ 25,000 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് കിട്ടും. 25,000 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോസിലല്ല, നമുക്ക് നോക്കാം. പെട്ടെന്ന് പോകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 25,000 ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് പോരുവാണെങ്കിൽ, ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രേഡിൽ വെയിറ്റ് ചെയ്യാം. സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ അത് കാരണം അത് ബ്രേക്ക് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ കുറച്ച് നഷ്ടപ്പെട്ടു. അപ്പോൾ ബേസിക്കലി ഞാനൊരു 40 എടുത്ത് അതിനെ തിരിച്ച് വന്നപ്പോൾ 32-ലാണ് വാങ്ങിയത്. 40 ഇതാക്കേണ്ടി വന്നു, കാരണം ഫുൾ പ്രോഫിറ്റ് കളയുന്നത് നമുക്ക് ഇതല്ലല്ലോ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ റീ എൻട്രി ഇതിനെ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റീ എൻട്രി വരുന്നത് ഇന്ന് മിക്കവാറും ചിലപ്പോൾ സൈഡ് വേസ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഇന്നലത്തെ ക്ലോസ് വരെ വരാനുള്ള സാധ്യത തോന്നുന്നില്ല. നമുക്ക് ഇന്ന് സൈഡ് വേസ് ആയിട്ട് തന്നെ ചിലപ്പം ഇങ്ങനെ നിൽക്കാനാണ് സാധ്യത, പ്രത്യേകിച്ച് എക്സ്പയറി ആയതുകൊണ്ട്. അല്ലെ ചിലപ്പോൾ ഇത് ക്രോസ് ചെയ്ത് 25,100 വരെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് 32-ൽ നമ്മൾ ബൈ ചെയ്ത് 45-ൽ നമ്മൾ എക്സിറ്റായി. ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് 2550 ഒരു ഡെയിലി ക്ലോസിങ് റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ 25,000 ഒരു PE നമ്മൾ 32-ൽ വാങ്ങി. അത് 78 വരെ പോയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരുന്നത് 74 ആയിരുന്നു, പക്ഷേ അതിൽ ബുക്ക് ചെയ്തില്ല. കുറച്ചുകൂടെ അപ്സൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ പിന്നീട് പെട്ടെന്നൊരു ഇവിടുന്ന് 25,000 ഒരു സപ്പോർട്ട് എടുത്ത് 25,000 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ 25,000 സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്രീമിയം DK വന്നതുകൊണ്ട് ഞാനതിൽ എക്സിറ്റായി. എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡ് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.